അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ റിലീസ് ചെയ്യാണ്. അതെ, നാളെ റിലീസ് ചെയ്യാണ് ബബ. അതിന്റെ എക്സ്പെക്ടേഷൻ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണോ അത് പറയുന്നു, അത്രേ ഉള്ളൂ. നാളെ നമ്മുടെ ദിലീപേട്ടൻ്റെ അതുപോലെ തന്നെ ലാലേട്ടനും ഒന്നിക്കുന്ന ബബ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്താ പറയണേ, എനിക്ക് എക്സ്പെക്ടേഷനാണ്. ഇന്നത്തെ പ്രീസെയിൽ എൻ്റെ പൊന്നെണ്ണ ഞാൻ ഞെട്ടിപ്പോയെണ്ണ. പ്രീസെയിൽ വരാൻ കാര്യമൊന്നും അറിയാം. കൊരക്ക് ഇനി വരട്ട് ബഹിഷ്കരിക്കുക എന്തൊക്കെയോ വേളം വരുന്നില്ല. ദിലീപ് എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് കമന്റ്സുകൾ കാണൂല. ബാക്കിയുള്ളവരെ ഞാൻ എന്തെങ്കിലും പറയാനില്ല. ഒന്നും വേണ്ട. KSRTC ബസ്സിൽ ഒരു ഇതിട്ടപ്പോഴത്തേക്കും എന്തൊക്കെയോ അത് ആളില്ലാത്ത പോസ്റ്റ് കോളടിച്ച് ആരും തിരിഞ്ഞു നോക്കത്തില്ല. നിലവിൽ കോടതി വെറുതെ വിട്ട ഒരു വ്യക്തിയെ ഇവരെങ്ങനെ പറയും? അപ്പൊ ആ വ്യക്തിയുടെ ജീവൻ നശിപ്പിക്കുക, ആ വ്യക്തിയെ ചൂഷണം ചെയ്യുക, ആ വ്യക്തിയെ ടോർച്ചർ ചെയ്യുക, ഇത് മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശം. എന്റെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, സത്യം ജയിക്കും എന്നുള്ളത്. സത്യം ജയിച്ചു. ഇതാണ് ഇവിടെ നടന്നത്. പറയാനുള്ളത് വേറെ ഒന്നുമല്ല. നിങ്ങൾ എത്ര വേണമെങ്കിൽ കുരച്ചോളൂ, നിങ്ങളെ കുരപ്പിന്റെ വിജയമാണ് ഇന്നലെ നടന്ന പ്രീസെയിൽ. 2 കോടിക്ക് മേളിൽ ദിലീപേട്ടൻ്റെ കരിയറിൽ ഫസ്റ്റ് ടൈമാണ് ഈ പ്രീസെയിൽ കിട്ടിയത്. ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ നശിപ്പിക്കാൻ നോക്കിയവർ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ ഇനി കാണൂല, ഈ സിനിമ ഞങ്ങൾ കാണൂല എന്ന് പറഞ്ഞ മുഖത്തടിക്കുന്ന രീതിയിൽ ഉള്ള അണ്ണാക്കിലടിയാണ് ഈ പ്രീസെയിൽ നടന്നത്. ജനപ്രിയ നായക ഒരിടത്തും പോയിട്ടില്ല. ദിലീപേട്ടൻ നമ്മളെ സിനിമ കാണണ്ടെന്ന് പറയാനുള്ള ഒരു അധികാരമൊന്നും ആർക്കും ഇല്ല. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കാണും, സിനിമ വേറെ ജീവിതം വേറെ, അത്രേ ഉള്ളൂ. തൂക്കി